ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അന്നൂസ് ക്രിയേഷൻസ്. നമ്മൾ ഇന്ന് ചുരിദാർ മെറ്റീരിയൽ വെച്ചിട്ടൊരു ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ 2 മീറ്റർ തുണിയാണ് കേട്ടോ ഉള്ളത്. പക്ഷേ അത്യാവശ്യം വീതിയുള്ളൊരു തുണിയാണ് കേട്ടോ. അപ്പം ഞാൻ 60 ഇഞ്ച് തുണി എടുത്തിട്ട് അത് ഇതേപോലെ മടക്കി ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള പീസ് നമുക്ക് വേണേൽ കട്ട് ചെയ്ത് മാറ്റാൻ. ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ചുരിദാറിനൊക്കെ ഫോൾഡ് ചെയ്യുന്ന പോലെ അതിനെ ഒന്നും കൂടി നമുക്ക് ഫോൾഡ് ചെയ്യാം. 2.5 മീറ്റർ തുണിയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വൃത്തിക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിഡ്ത്ത് 3 ആണ് കേട്ടോ എടുത്തേക്കുന്നത്. നമുക്ക് താഴേക്ക് 3 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴേക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ 6 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് സാധാ ചെയ്യുന്ന പോലെ തന്നെ ഒരു ബോക്സ് ആക്കി വരച്ച് കൊടുക്കാം. അപ്പം ഞാനൊരു വീനെക്കാണ് കേട്ടോ കൊടുക്കുന്നത്. കറക്റ്റ് വീനെക്കല്ല. അപ്പം നമുക്ക് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ ഒരു ഷേപ്പിനാണ് ഞാൻ നെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ നമുക്ക് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്കും കൂടി മാർക്ക് ചെയ്യണം. ബാക്ക് നെക്ക് ഞാൻ 3 ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആ 3 നമുക്ക് വരച്ച് കൊടുക്കാം. ഇനി ബാക്ക് നെക്ക് റൗണ്ടിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഷോൾഡർ ഞാനിവിടെ എടുത്തേക്കുന്നത് 6.25 ഇഞ്ചാണ് കേട്ടോ. ഇനി നമ്മൾ ആം ഹോൾ ഒരു 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ ആ 9 ഇഞ്ച് നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് തയ്യൽ തുമ്പായിട്ടാണ് കേട്ടോ. അപ്പം നമ്മളതവിടെ മാർക്ക് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ആം ഹോൾ ഷേപ്പ് ചെയ്തൊന്ന് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് നമുക്കൊരു 15 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ 15 ഇഞ്ചിൽ നമുക്ക് വേസ്റ്റിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്കിവിടെ വേസ്റ്റ് വിഡ്ത്ത് വരുന്നത് 30 ഇഞ്ചാണ്. അപ്പോൾ 30നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി കൂട്ടിയിട്ട് ഞാൻ ഇവിടെ 9 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തേക്കുന്നത്. നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ 2 or 3 ഇഞ്ചെങ്കിലും തയ്യൽത്തുമ്പായിട്ട് ഇട്ടേക്കണം കേട്ടോ. ഇനി നമ്മൾ 36 ഇഞ്ചിൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി താഴേക്ക് ഒരു 8.5 ഇഞ്ചിലാണ് കേട്ടോ തുണി കിട്ടിയേക്കുന്നത്. നമുക്ക് ഫ്രില്ലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ഷോൾഡർ സ്ട്രോപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ഷോൾഡറും സൈഡും ബാക്ക് നെക്കും വേണം ആദ്യം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് താഴെ സൈഡിൽ ഇതേപോലെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കിലെ പോർഷൻ തുണിയെടുത്ത് മാറ്റിയിട്ട് വേണം നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ. ഇനി നമ്മൾ ബാക്ക് പോർഷനിലെ തുണിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്കി വന്ന തുണിയിൽ നിന്ന് ഫ്രില്ലിനും കൈക്കും തുണി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് താഴെയുള്ള തുണി ഇതേപോലെ മടക്കിയിട്ട് അത് ഫ്രില്ലിന് വേണ്ടി കട്ട് ചെയ്തെടുക്കാം.
ഇനി ഇത് നമ്മൾ സൈഡിൽ നേരത്തെ മാറ്റി വെച്ചിരുന്ന തുണിയാണ് കേട്ടോ. ഇതിൽ നിന്ന് ഫ്രില്ലിനും കൈക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 8.5 ഇഞ്ചിലാണ് നമ്മൾ താഴെ ഫ്രില്ലിനും തുണി കട്ട് ചെയ്തത്. അപ്പോൾ ആ 8.5 ഇഞ്ച് നമുക്ക് ഇതിനകത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് കൈക്കുള്ള തുണി എടുക്കണം. അപ്പം നമുക്ക് കൈക്ക് വേണ്ടി തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ 15 ഇഞ്ച് നീളത്തിലുള്ള തുണിയാണ് കേട്ടോ എടുക്കുന്നത്. 8.5 ഇഞ്ചാണ് ഈ തുണീൻ്റെ വീതി. അപ്പം നമ്മൾ ചെറിയൊരു പഫ് സ്ലീവാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം പഫ് വെക്കാൻ വേണ്ടി ആദ്യം നമ്മളൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്കൊരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ 8 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് നമുക്ക് താഴേക്കൊരു 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 5 ഇഞ്ച് പഫ് വെക്കാനുള്ളതാണ് കേട്ടോ. നമുക്ക് ഇതേപോലെ ഷേപ്പ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് താഴെ 12 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ നമുക്കതൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം. ഇനി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഒറ്റ പീസാക്കി എടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് നെക്കിൽ ഇതേപോലെ ലേസ് വെച്ച് കൊടുത്ത് സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലേസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതേപോലെ ബാക്കിലെ പീസും ഫ്രണ്ടിലെ പീസും നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് നമുക്ക് 2 ഷോൾഡറും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് തുണി ഇതേപോലെ നിവർത്തിയിടാം. നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മുടെ ക്രോസ് പീസ് എടുത്ത് ഇതേപോലെ സൈഡ് ഒന്ന് മടക്കി കൊടുക്കണം. ഇനി നമുക്ക് ഫുള്ളായിട്ട് നെക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഈ ക്രോസ് പീസ് വെച്ച് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയ ആ മടക്കി വെച്ചില്ല അതിൻ്റെ മുകളിൽ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്താം.
നമുക്ക് ബാക്കി വന്ന തുണി ഇതുപോലെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. നമ്മൾ നെക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് കർവ് വരുന്നിടത്തൊക്കെ സ്റ്റിച്ചിൽ തട്ടാണ്ട് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെ ആ തുണി നമ്മളൊന്ന് നേരെ നിവർത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തുണി തിരിച്ചിട്ടിട്ട് ആ ക്രോസ് പീസ് ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ച് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നമ്മുടെ നെക്കിയോടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്രില്ല് വെക്കാനുള്ള തുണീൻ്റെ അടിഭാഗം ഒന്ന് ചെറുതായിട്ട് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ ആ ഫ്രില്ല് വെക്കാനുള്ള തുണികളെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നമുക്ക് 2-3 പീസായിട്ടാണ് കിട്ടിയത്. അപ്പോൾ അതെല്ലാം നമുക്ക് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രില്ല് വെക്കാൻ നമുക്ക് 2 പീസ് തുണിയാണ് കേട്ടോ വേണ്ടത്, ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും. അപ്പോൾ നമുക്ക് ഫ്രില്ല് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ തുണീൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ നൂല് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഫ്രില്ലായിട്ട് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഇതേപോലെ 2 പീസ് തുണിയും ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ നമ്മുടെ മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രില്ല് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇത് രണ്ടിൻ്റെ നല്ല വശം തമ്മിൽ ഇതേപോലെ ചേർത്ത് വെക്കണം. ഇനി നമുക്ക് സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രില്ല് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് സ്ലീവിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 9 ഇഞ്ച് വരുന്ന 2 എലാസ്റ്റിക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് വെക്കാനുള്ള തുണി ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ട് നമുക്ക് അതിൻ്റെ 2 വശത്തും സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ എലാസ്റ്റിക്കിൻ്റെ നടുഭാഗം ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ വെക്കാം.
ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ടാണ് കേട്ടോ ഞാൻ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ സെൻറ്റർ ആദ്യം ഒന്ന് കേട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ നമുക്കൊന്ന് വലിച്ച് പിടിച്ചിട്ട് നമുക്ക് സാധാരണ എലാസ്റ്റിക് വെക്കുന്ന പോലെ വലിച്ച് പിടിച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തിരിച്ചും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്നത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ മുകളിൽ ഇതേപോലെ ഒന്ന് ഫ്രില്ലിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പം അതാണ് കേട്ടോ കുറച്ചുകൂടി എളുപ്പം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ എടുത്തിട്ട് നമ്മൾ ഷോൾഡറിൽ വെച്ചിട്ട് വേണം നമ്മൾ സാധാ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ 2 സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫുള്ളായിട്ട് നമുക്ക് സൈഡും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ കൈ മുതൽ നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കെട്ടും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. വള്ളിയും കൂടി ബാക്കിൽ വെച്ച് കൊടുക്കാം. ഞാനത് ചെറിയൊരു വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, വണ്ണമില്ലാത്ത. നമുക്ക് വേണമെങ്കിൽ വള്ളി വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഫ്രോക്ക് നൈറ്റ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.